അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ, മറവിയുടെ സുജൂദുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല ആളുകൾക്കുമുള്ള സംശയമാണ്, സലാം വീട്ടുന്നതിന് ശേഷമാണോ സുജൂദ് ചെയ്യേണ്ടത്, സലാം വീട്ടുന്നതിന് മുമ്പാണോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമസ്കാരത്തിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾക്കുള്ള പരിഹാരമാണ് സഹവിന്റെ സുജൂദ്. അത് മൂന്ന് രീതിയിലാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, നമസ്കാരത്തിൽ സിയാദത്ത് അധികരിച്ച് വന്നാൽ, അപ്പോൾ ചെയ്തത് തന്നെ ആവർത്തിച്ച് ചെയ്യുക. രണ്ടാമത്തെ, നമസ്കാരത്തിൽ നുക്സാൻ കുറവ് സംഭവിച്ചാൽ, അതായത് എന്തെങ്കിലും വിട്ടുപോവുകയാണ്, ഇപ്പോൾ ഇടയ്ക്കത്തെ അത്തഹിയാത്ത് ചെയ്തില്ല, അങ്ങനെ കുറവ് സംഭവിക്കുക. മൂന്നാമത്തത് ഷക്ക്, സംശയം ഉണ്ടാവുക, നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ, 3 റക്അത്ത് നിർവഹിച്ചോ അതോ 4 റക്അത്ത് നിർവഹിച്ചോ, അങ്ങനെ സംശയം ഉണ്ടായാൽ. ഈ 3 സമയങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരിക, നമസ്കാരത്തിൽ വസ്വാസുകൾ ഉണ്ടാവുക. അപ്പൊ ഇവിടെയൊക്കെ സഹവിന്റെ സുജൂദുകളുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, സലാമിന് മുമ്പ്, സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത്, നമസ്കാരത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കുന്നു, അത് ഓർമ്മപ്പെടുത്തിയ ഘട്ടം അല്ലെങ്കിൽ ഓർക്കുന്ന ഘട്ടം അങ്ങനെ വന്നാൽ സഹവിന്റെ സുജൂദ് സലാം വീട്ടുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട പ്രമാണം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. അപ്പോൾ ലുഹറാണോ അസ്റാണോ, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഹദീസിൽ ലുഹറാവാം അസ്റാവാം. فلما كان في الثانية قام قبل أن يجلس فلما كان قبل أن يسلم سجد سجدتين. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയാത്ത് ഇരിക്കാതെ എന്ത് ചെയ്തു, എഴുന്നേറ്റു. അപ്പോൾ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മനസ്സിലാക്കി സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്തു. അപ്പോൾ നമസ്കാരത്തിൽ കുറവ് സംഭവിച്ചാൽ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിന് മുമ്പാണ്. ഇനി നമസ്കാരത്തിൽ അധികരിച്ചു എന്ന് കരുതുക. നമസ്കാരത്തിൽ അധികരിച്ചു, അതായത് നമസ്കാരത്തിൽ നമ്മൾ ചെയ്തു തന്നെ ഒന്നുകൂടി ആവർത്തിച്ച് ചെയ്തു എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ സലാം വീട്ടിയ ശേഷമാണ് നമ്മൾ ഓർക്കുന്നതെങ്കിൽ സലാം വീട്ടിയ ശേഷമാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽളുഹറ ഖംസൻ, പ്രവാചകൻ 5 റക്അത്ത് ളുഹർ നമസ്കരിച്ചു. ഫഖീർ ലഹു അസീദ ഫി സ്വലാ, നിസ്കാരം കഴിഞ്ഞ് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ നിസ്കാരം അധികരിച്ചാണോ നിസ്കരിച്ചത്? അപ്പോൾ പ്രവാചകൻ, വമാദാ, എന്താണ് സംഭവിച്ചത്? ഖാല സ്വലൈത ഖംസൻ, പ്രവാചകനെ നിങ്ങൾ 5 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയ ശേഷമാണ് സഹുവിന്റെ സുജൂദ് ചെയ്തത്. അപ്പൊ നമസ്കാരത്തിൽ വർധനമുണ്ടായി എന്ന് മനസ്സിലാകുകയാണെങ്കിൽ, നമസ്കാരത്തിൽ തന്നെ മനസ്സിലാകുകയാണെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യാം. നമസ്കാര ശേഷമാണ് മനസ്സിലാകുന്നതെങ്കിൽ സലാം വീട്ടിയ ശേഷമാണ് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഇനി സംശയം, ചെയ്തോ ചെയ്തില്ലേ എന്നൊരു സംശയം. ഇത് അശക അഹദുകും ഫി സ്വലാത്തി, ഒരാൾക്ക് നമസ്കാരത്തിൽ സംശയമുണ്ടായി, സലാസൻ 3 ആണോ നമസ്കരിച്ചത്, 4 അല്ലെങ്കിൽ 4 ആണോ നമസ്കരിച്ചത്, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും ചെറുതിലേക്ക് ചുരുങ്ങുകയും എന്നിട്ട് സുമയസ്ജുദു സജദതൈനി ഖബല യുസല്ലിമ, സലാം വീട്ടുന്നതിന് മുമ്പായി 2 സലാം വീട്ടുന്നതിന് മുമ്പായി സഹവിന്റെ സുജൂദ് ചെയ്യുകയും വേണം. അപ്പൊ നമസ്കാരത്തിൽ സംശയം ഉണ്ടായാൽ സംശയത്തിന്റെ ഏറ്റവും നമുക്ക് ബോധ്യപ്പെട്ടത്, ഇപ്പൊ 4 റക്അത്തോ ആണോ 3 റക്അത്താണോ, 3 റക്അത്തിലേക്ക് പോവുകയും എന്നിട്ട് നമ്മൾ നമസ്കാരം പൂർത്തിയാക്കുമ്പോൾ ചിലപ്പോൾ റക്അത്ത് അധികരിച്ച് വരാം. അങ്ങനെ വന്നാൽ പോലും പ്രശ്നമില്ല, സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യുക. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അപ്പൊ നമസ്കാരത്തിൽ കുറവ് വന്നാൽ സലാം വീട്ടുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റും. നമസ്കാരത്തിൽ വർധന വന്നിട്ടുണ്ടെങ്കിൽ നമസ്കാര ശേഷമായിരിക്കും അറിയുക, മറ്റുള്ളവർ പറയുമ്പോൾ ആ സമയത്ത് സലാം വീട്ടിയ ശേഷം ചെയ്യാം. നമസ്കാരത്തിൽ സംശയം ഉണ്ടായാൽ സലാം വീട്ടുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമസ്കാരത്തിൽ കുറവ് സംഭവിച്ചു, നമസ്കാര ശേഷമാണ് അറിയുന്നത് എങ്കിൽ പോലും നമസ്കാര ശേഷം സലാം വീട്ടി കഴിഞ്ഞാൽ ആ കുറവ്, ഇപ്പൊ ഫർളായ കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടതെങ്കിൽ, ഇപ്പൊ സുജൂദ് മറന്നുപോയി, നമ്മൾ ആ റക്അത്ത് രണ്ടാമത് വീണ്ടെടുത്ത്, ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന് തുല്യമാണ് ഒരു സുജൂദ് റുക്കൂ ഒക്കെ മറന്നുപോയാൽ. അപ്പോൾ ആ റക്അത്ത് വീണ്ടെടുത്ത ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, സഹവിന്റെ സുജൂദ് ചെയ്താൽ മതി എന്നാണ്. ഇനി എത്ര സമയം വരെ സഹവിന്റെ സുജൂദ് ചെയ്യാം? ചില പണ്ഡിതന്മാർ പറയുന്നത് എപ്പോഴാണോ ഓർക്കുന്നത് അപ്പോൾ ചെയ്യാമെന്നാണ്. ചിലർ പറയുന്നത് ആ നമസ്കാരത്തിന്റെ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെയാണ്. അപ്പൊ എഴുന്നേറ്റ ശേഷം കുറെ കഴിഞ്ഞാണ് ഓർക്കുന്നതെങ്കിൽ ചെയ്യണമെന്നില്ല, തൗബ ചെയ്താലും മതി എന്നാണ്. മറ്റുള്ള പണ്ഡിതന്മാർ പറയുന്നത് നമസ്കാരത്തിന്റെ ആ സമയം കഴിയുന്നത് വരെ, ഒരു വഖത്തിന് ഓരോ സമയമുണ്ടല്ലോ, അതുവരെ നമുക്ക് ചെയ്യാമെന്നാണ്. വല്ലാഹു അലം ബിസ്സവാബ്, എന്താണ് ശരിയെന്ന് അള്ളാഹുവിന് മാത്രം അറിയാം. ഏതായാലും നമസ്കാരത്തിന്റെ കുറവുകൾ പരിഹരിക്കാനാണ് സഹവിന്റെ സുജൂദ്. അത് നമ്മൾ ഗൗരവത്തിൽ കാണുകയും ഈ പറയപ്പെട്ട രൂപത്തിൽ നിർവഹിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.